ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജോമെട്രിയുടെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസ് ലെവൽ മുതൽ അപ്പോൾ ഇങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് പെയ്ഡ് ആയിക്കോട്ടെ, ഹിന്ദി ചാനലായിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ ജോമെട്രിയുടെ 9ാമത്തെ ക്ലാസ് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് കാണുക. ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരുപാട് ചാപ്റ്റർ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് ഏറ്റവും ബേസ് മുതൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജിൻ്റെയൊക്കെ ഫുൾ ക്ലാസ്സിലുണ്ട്. അത് കണ്ടില്ലാത്തവർ അത് കാണുക. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന എല്ലാവർക്കും, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. നമ്മൾ കൊസൈൻ റൂളും സൈൻ റൂളും അതൊക്കെ എന്താണെന്ന് കണ്ടു, എങ്ങനെയാണത് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു, ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളതെന്ന് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ട്രയാങ്കിൾ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ എന്താണ് ഇവർ ഈ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഇപ്പോൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു സാധനം നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇതിൻ്റെ 3 വെർട്ടിസസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു എന്താണ് വെർട്ടിസസ് എന്ന്. ഇവിടെ എ ബി സി ആണ് ട്രയാങ്കിൾ എന്ന് വെച്ചോ. അപ്പോൾ എ ബി സി ട്രയാങ്കിളിൽ എയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 90 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബിയിൽ നിന്ന് ഞാൻ 90 ഡിഗ്രി ഉള്ള ഇവിടെ 90 ഡിഗ്രി അടുത്ത സൈഡിലോട്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇത് എ ഡി, ഇത് ഇ കൊടുക്കാം. അതേപോലെ സിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ 90 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ 2 90 ഡിഗ്രി വരയ്ക്കുന്ന ലൈനുകൾ ഒരു പോയിന്റ് ജോയിൻ ചെയ്താൽ മൂന്നാമത്തെ ആ ഒരു ലൈനും ആ ഒരു ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ കൂടെ തന്നെ കടന്നു പോകും. അത് ട്രയാങ്കിളിന് തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതേ പോയിന്റിൽ കൂടെ തന്നെ ഇത് കടന്നു പോകും. ഇത് മൂന്നും എന്താണ് 90 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ എ ഡി ബി ഇ സി എഫ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാം എ ഡിയും ബി ഇയും സി എഫും എന്താണ്, ആൾട്ടിറ്റ്യൂഡുകളാണ്. അപ്പോൾ ഇവിടെ ആൾട്ടിറ്റ്യൂഡുകൾ എന്ത് ചെയ്യുകയാണ്, ഒരു ട്രയാങ്കിളിലെ ആൾട്ടിറ്റ്യൂഡുകൾ. പിന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു ലൈനിലായിട്ടാണ് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ഡി ബി സി എഫ് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ ഈ ആൾട്ടിറ്റ്യൂഡുകൾ, ഒരു ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡുകൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രയാങ്കിളിലെ ആൾട്ടിറ്റ്യൂഡുകൾ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനുകൾ കൂടിച്ചേരുന്ന ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ഓർത്തോ സെൻറ്റർ. ഞാൻ ഒ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അതിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി ഒ സി, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ബി ഒ സി, അതിൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എ. ഇവിടെ ബി ഒ സി ആണെങ്കിൽ ഒരു ഓർത്തോ സെൻറ്ററിൽ ആ ഒരു 2 വെർട്ടിസസിൽ നിന്നുള്ള ലൈനുകൾ ആൾട്ടിറ്റ്യൂഡുകൾ ഉണ്ടാക്കുന്ന ആംഗിള് പ്ലസ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ തൊട്ട് മേലുള്ള ആംഗിള് കൂടെ കൂട്ടുന്ന സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ബി ഒ സി പ്ലസ് ഓർത്തോ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതുപോലെ അതിൻ്റെ തൊട്ട് അടുത്ത അടുത്ത വെട്ടസിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രി. അതേപോലെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ സിയും ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ അതും എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ എ ഒ ബി, ആംഗിൾ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. എ ഒ ബി പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡുകൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മീഡിയൻ ജോയിൻ ചെയ്യുന്നത്. എന്താണ് മീഡിയൻ എന്ന് നോക്കാം. അതുപോലെ മീഡിയനുകൾ ജോയിൻ ചെയ്താൽ എങ്ങനെയാണ് സെൻറ്റർ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൽ നേരത്തെ നമ്മൾ കണ്ട എന്താണ്, ആൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രിയിലായിരുന്നു ആ ഒരു ലൈൻ വരച്ചിരുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ലൈൻ വരച്ചാൽ അതെന്ത് ചെയ്യും, അത് ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണോ ഇതിൻ്റെ ലെങ്ത് അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈനുകളെ
ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മീഡിയൻ ലൈൻസ് എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്നും ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന ലൈനാണ്. ആ ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെ എന്ത് ചെയ്യും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് മീഡിയൻ വരച്ചാൽ ഇതെന്ത് ചെയ്യും? ഇതിനെ ഈ ഒരു സൈഡിനെ ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് മീഡിയനുകൾ ഒരു പോയിന്റിലൂടെ കടന്നു പോയാൽ മൂന്നാമത്തെ മീഡിയനും എന്ത് തന്നെ ചെയ്യത്തുള്ളൂ? ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ കടന്നു പോകും. അത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് മൂന്നാമത്തെ മീഡിയൻ ആണെന്ന് വെച്ചോ, സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചോളൂ. ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുത്ത് നോക്കാം. പേര് കൊടുക്കുമ്പോൾ ഞാൻ ABC കൊടുക്കുന്നു. ADBECF. അപ്പോൾ ADBECF എന്താണ്? ഇവിടെ മീഡിയൻസ് ആണ്. ADBECF, ADBECF നന്നായിട്ട് പഠിക്കുക. എന്താണ്? മീഡിയൻസ് ആണ്. ഇവിടെ മീഡിയൻസ് ആണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഈ ഒരു കഴിഞ്ഞ കേസിൽ ഓൾട്ടിറ്റ്യൂഡുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡുകൾ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനുകൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മീഡിയനുകൾ ജോയിൻ ചെയ്യുന്ന, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ മീഡിയനുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ എന്തെന്ന് പറയും? പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയും? ഈ പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയും? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രോയിഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ്, ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രയാങ്കിളിലെ 3 വെർട്ടസിസിൽ നിന്നും ഉള്ള മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ജോയിനിങ് പോയിന്റ് ഓഫ് എന്താണ്? മീഡിയൻസ് ആണ്. മീഡിയൻസിന്റെ ജോയിനിങ് പോയിന്റാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രോയിഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. മൂന്നാമത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു സെൻട്രോയിഡ് എടുക്കുന്നു, AD എന്ന് പറയുന്ന ലൈൻ മീഡിയൻ എടുക്കുന്നു. അപ്പോൾ സെൻട്രോയിഡിനെ ഞാൻ G എന്ന് റെപ്രസെന്റ് ചെയ്തതാണ്. സെൻട്രോയിഡിനെ ഞാൻ G എന്ന് എഴുതുവാണ്. അങ്ങനെയാണെങ്കിൽ AG എന്ന് പറയുന്ന ലെങ്ത് 2 യൂണിറ്റ് ആണെങ്കിൽ GD എന്ന് പറയുന്ന ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ AGയുടെ പകുതി ആയിരിക്കും GD. ഇത് റേഷ്യോ ആണ്, 2:1 റേഷ്യോ ആണ്. ഒരിക്കലും 2 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എന്നല്ല. AG എത്രയാണോ, അതായത് വെർട്ടെക്സിൽ നിന്നും ആ ഒരു സെൻട്രോയിഡിലോട്ടുള്ള ദൂരം എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും സെൻട്രോയിഡിൽ നിന്നും ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ദൂരം. അപ്പോൾ അതേ കാര്യം നമുക്ക് ഇവിടെ എടുക്കാം. BG വെർട്ടെക്സിൽ നിന്നുള്ള സെൻട്രോയിഡിൽ നിന്നുള്ള ദൂരമായിരിക്കും എന്തെന്ന് പറയുന്നത്? കൂടുതൽ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ ഈ ദൂരത്തിൻ്റെ സെൻട്രോയിഡിൽ നിന്നും സൈഡിലോട്ട് വരയ്ക്കുന്ന ആ ഒരു ലെങ്തിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മളുടെ വെർട്ടെക്സിൽ നിന്നും അല്ലെങ്കിൽ വെർട്ടെക്സിൽ നിന്നും സെൻട്രോയിഡിലോട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസ് എടുത്താൽ വെർട്ടെക്സിൽ നിന്നും സെൻട്രോയിഡിലോട്ട് 2 യൂണിറ്റ് ആണെങ്കിൽ സെൻട്രോയിഡിൽ നിന്നും ആ ഒരു സൈഡിലായിട്ട് എത്ര ആയിരിക്കും? അതിൻ്റെ പകുതി 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ എന്ത് പ്രോപ്പർട്ടി ആയിട്ട് പറയാം? വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. AG/GD ഈക്വൽ ടു GC/GF ഈക്വൽ ടു BG/GE ഈക്വൽ ടു എല്ലാം എന്തായിരിക്കും? 2/1 ആയിരിക്കും. എല്ലാം സെയിം ആണെന്നല്ല, ഇതും ഈ 2 സെയിം ആയിരിക്കത്തില്ല. സെയിം ആയിരിക്കണമെന്നൊന്നുമില്ല. സെയിം ആവാം, സെയിം ആവാതിരിക്കാം. സെയിം ആവില്ലെങ്കിലും ആ ഒരു റേഷ്യോ എന്തായിരിക്കും? ഇത് 2 ആണെങ്കിൽ ഇതൊന്നായിരിക്കും, ഇത് 2 ആണെങ്കിൽ ഇതൊന്നായിരിക്കും. റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കാണുക. ഇന്ന റെയിൽവേയുടെ ആണെന്ന് പറഞ്ഞിട്ട് SSCയുടെ കാണാതിരിക്കരുത്, SSCയുടെ ആണെന്ന് പറഞ്ഞിട്ട് റെയിൽവേയുടെ കാണാതിരിക്കരുത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മീഡിയൻ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി? നമ്മൾ സെൻട്രോയിഡിനെ പറ്റി പഠിക്കൂ. സെൻറ്ററാണ്. ഓക്കെ, സെൻട്രോയിഡ്. അടുത്തത് മൂന്നാമത്തെയാണ് ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിൾ ബൈസെക്ടർ വെച്ച് എന്താ ചെയ്യുന്നത് നോക്കാം. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രയാങ്കിളിൽ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ ട്രയാങ്കിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ വെർട്ടിസസിലും നമുക്ക് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇത് ABC ആണെങ്കിൽ A എന്ന് പറയുന്ന വെർട്ടെക്സിലെ ആംഗിളിൻ്റെ ബൈസെക്ടർ, ഇത് ആംഗിളിനെ എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആംഗിളിനെ എന്ത് ചെയ്യുന്നു? ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അതുപോലെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഞാനൊരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. ഈ B എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. ഇതും എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ബൈസെക്ടർ എന്ത് ചെയ്യും? ഈ 2 ആംഗിൾ ബൈസെക്ടറുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൽ കൂടെ തന്നെ കടന്നു പോകും. ഇതും എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ ഇങ്ങനെ 3 ആംഗിൾ ബൈസെക്ടറുകൾ, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾ ബൈസെക്ടറുകൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഒരു സെന്ററാണ്. ഇതിനെയാണ് നമ്മൾ ഇൻസെന്റർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇൻസെന്റർ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ADBECF എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ADയും Bയും CFും എന്താണ്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ പോയിന്റ്, ആംഗിൾ ബൈസെക്ടറുകൾ ജോയിൻ ചെയ്യുന്ന
ഒരു പോയിന്റിനെ ഒരു ട്രയാങ്കിളിലെ 3 വെർട്ടിസസിലെയും ആംഗിൾ ബൈസെക്ടറുകൾ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ ഇൻ സെന്റർ എന്ന് പറയുന്നു. അതും പഠിച്ചു. ഇൻ സെന്റർ എന്ന് പഠിച്ചു. ഇൻ സെന്റർ നിങ്ങൾക്ക് ഒരു നൊട്ടേഷൻ സ്മോൾ ഒ കൊടുക്കാം. ഇൻ സെന്റർ നൊട്ടേഷൻ കൊടുക്കാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 90 പ്ലസ് ആംഗിൾ A/2. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഇൻസെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ് ഇൻസെൻറ്റർ എങ്കിൽ 2 വെർട്ടിസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസെൻറ്ററിലോട്ട് വരയ്ക്കുന്ന ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണോ ഉള്ളത് ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 പ്ലസ് എന്ന് പറഞ്ഞാൽ 90ൻ്റെ കൂടെ ഓപ്പോസിറ്റ് വെർട്ടക്സിലെ, അതായത് ഇതുമായിട്ട് ജോയിൻ ചെയ്യാത്ത ആംഗിൾ ബൈസെക്ടർ ഉള്ള അടുത്ത വെർട്ടെക്സിലെ ആംഗിളിൻ്റെ പകുതി, ആംഗിൾ A/2. ഇവിടെ നമുക്ക് എടുക്കാം ആംഗിൾ AOC. ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇൻസെൻറ്റർ ആണ്. അപ്പോൾ ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇൻസെൻറ്റർ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 പ്ലസ് തൊട്ട് ഓപ്പോസിറ്റുള്ള, അതിന് തൊട്ട് അതുമായിട്ട് ജോയിൻ ചെയ്യാത്ത വെർട്ടിസിലുള്ള ആംഗിളിൻ്റെ പകുതി, ആംഗിൾ B/2 എന്ന് കിട്ടും. അതുപോലെ ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 90ൻ്റെ കൂടെ 90 പ്ലസ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ആംഗിൾ C/2. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം എല്ലാ എക്സാംസിനും. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഇനി അടുത്തത്, ഇവിടെ ഈ ഇൻസെൻറ്റർ, എന്തുകൊണ്ടാണ് ഈ ഇൻസെൻറ്റർ എന്ന് പറയുന്ന പേര് വരുന്നത്? നമുക്കൊരു ഇൻ സർക്കിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്യുവാണ്, ഒരു സർക്കിൾ വരുവാണ്. അപ്പോൾ അകത്ത് എല്ലാ വെർട്ടിസസിനെയും എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തുകൊണ്ട്, എല്ലാ വെർട്ടിസസിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളിനെയാണ് നമ്മൾ ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. ഇൻ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്, ഇൻ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് കൊണ്ടായിരിക്കത്തില്ല ഇവിടെ അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ എന്ത് പ്രോപ്പർട്ടി നമുക്ക് പറയാം, ഈ ഒരു ഇൻസെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റിനെ, ഇൻസെൻറ്ററിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എല്ലാ സൈഡുകളെയും എന്ത് ചെയ്യും, സൈഡുകളാണ്, എല്ലാ സൈഡുകളും ടച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു ഇൻസെൻറ്റർ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻ സർക്കിളിൻ്റെ എന്തായിരിക്കും, സെൻറ്റർ ആയിരിക്കും ഇൻസെൻറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഇത് O ആണെങ്കിൽ, സ്മോൾ O ആണെങ്കിൽ നമുക്ക് പറയാം, നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം OD ഈക്വൽ ടു OF ഈക്വൽ ടു OE എന്ന് പറഞ്ഞാൽ OE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനാണ് നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറയുന്നത്. ഇൻ റേഡിയസ്, സെൻറ്ററിൽ നിന്നും നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ ലെങ്തിനെയാണ് നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറയുന്നത്. ഇൻ റേഡിയസ്. അപ്പോൾ ODയും OFും OEയും എന്താണ്, റേഡിയസ് ആണ്. അതിന് നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറയും. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് സൈഡ്സ് ടു ദിസ് ഇൻസെൻറ്റർ ഈസ് ഈക്വൽ. ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് സൈഡ് ടു ഇൻസെൻറ്റർ ഈസ് ഈക്വൽ. എന്തുകൊണ്ട് ഈക്വൽ ആവുന്നത്, അതൊരു ഇൻ സർക്കിൾ ആയതുകൊണ്ട്. ഇത് ഇൻ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ അല്ല. റേഡിയസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്നും നമ്മൾ സൈഡിലോട്ട് ഒക്കെ വരയ്ക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിളിൽ ആൾട്ടിറ്റ്യൂഡുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഓർത്തോ സെൻറ്റർ, അതിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു. അതുപോലെ മീഡിയനുകൾ ജോയിൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രോയിഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ 2:1 എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2:1 അത് പഠിച്ചു. അടുത്ത് എന്ത് ചെയ്തു, ആംഗിൾ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ, ആ ഒരു പോയിന്റ്, അത് ഇൻസെൻറ്റർ ആണ്. ഇൻസെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു. അതുപോലെ ഇൻ റേഡിയസ് എന്താണ്, ഇൻ സർക്കിൾ എന്താണെന്നും പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന നമ്മുടെ സർക്കം സെൻറ്റർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. ഓക്കെ, അങ്ങനെ ചെറിയ സമയം കിട്ടുമ്പോഴുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സുകൾ മുഴുവനായിട്ടും ഫുള്ളായിട്ട് കണ്ടു തീർക്കുക. ടൈം ആൻഡ് വർക്കിൻ്റെ ബാക്കി ക്ലാസ് തരണമെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് തരും. പ്രോബബിലിറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് പ്രോബബിലിറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ തരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ചാനൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല, ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.